വാർദ്ധക്യമാകുമ്പോൾ മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ബാധ്യതയാകുന്നവർ. സാക്ഷരതയിൽ മുൻപന്തിയിലുള്ള സംസ്കാര സമ്പന്നമായ കേരളത്തിന് ഇതൊരു പുതിയ കാര്യമല്ല. രോഗബാധിത കൂടിയായാൽ പിന്നെ ഏതെങ്കിലും ആശുപത്രിയിൽ എന്നത്തേക്കുമായി തള്ളി വീട്ടുകാർ നടന്നു. ഒരു ജീവിതകാലം മുഴുവൻ മക്കൾക്കായി ജീവിച്ചു തീർത്ത മാതാപിതാക്കൾ പ്രിയപ്പെട്ടവർ തിരിച്ചു വരുന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കും. എന്നാൽ രോഗം ഭേദമായാൽ പോലും അവരെ തേടി ആരും എത്താറില്ല. വാർദ്ധക്യം ഒരു ശാരീരികാവസ്ഥയാണെന്നും നമ്മെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നൽകിയവർക്ക് നാം താങ്ങും തണലുമാകേണ്ടവരാണെന്നുള്ള തിരിച്ചറിവ് മലയാളിക്ക് ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? മ്യൂസിയത്തിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം.
ചാച്ചൻ നമുക്ക് സ്വത്ത് വീതം വെച്ചതിലേ തെറ്റൊന്നും പറയാനില്ല. വെറുതെ ആരുടെയും പെങ്ങളും തമ്മിൽ തെറ്റി. സ്വന്തം വീട്ടിൽ കയറേണ്ട ചാച്ചനൊന്ന് കാണാനും എനിക്ക് പറ്റാതെ ആ സോഫി ഉണ്ടല്ലോ, അവൾ ആ സ്വത്ത് മുഴുവൻ അവൾക്ക് വേണം എന്ന് പറഞ്ഞ് നടക്കുന്നത്. അവൾ ഒരുത്തിയായി എന്നെയും ഭൂമിയും തന്നെ തിരിച്ചത്. അല്ല, ചാച്ചന്റെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് നല്ല വിഷമം. കൊടുത്ത സ്വത്ത് പൊളിഞ്ഞു പോയി എന്ന് പറഞ്ഞ് റോയി എപ്പോഴും എന്നോട് വഴക്കാം. എന്തായാലും ചാച്ചൻ അവരോടൊപ്പം ടൗണിലേക്ക് പോകുന്നതാണ് നല്ലത്. ചാച്ചൻ അമ്മച്ചയെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു. ചാച്ചന് ഒന്നും പറഞ്ഞാൽ മനസ്സിലായില്ല. പിന്നെ നിന്റെ അടുത്തേക്ക് വന്ന ചാച്ചനെ കൊണ്ട്